വിഷ്വൽസ് എന്നും പറഞ്ഞിട്ട് കുറെ വിഷ്വൽസ് യൂട്യൂബേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല. കട്ട് പറഞ്ഞാൽ എനിക്ക് അഭിനയം വരത്തുള്ളൂ. വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എപ്പം പോകുന്നതല്ല. അക്ഷയ് എന്റെ ഫ്രണ്ടാണ്, അവൻ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്, എനിക്കൊരു അനിയനാണ് അവൻ. ഞാൻ ചെവിയിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് ഇത്, അതോ ആ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇന്റിമസി, അതോ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ നിങ്ങൾക്ക് അത്ര ഇന്റിമസി ആയി? ഞങ്ങൾക്ക് അങ്ങനെ എടുത്തിട്ട് ട്രോളി റോസ്റ്റ് ചെയ്ത് നല്ല എയറിൽ നിർത്തിയേക്കുവാണ്. ഞാൻ പ്രതീക്ഷയിൽ ഇത്രയും പോകുന്നു. മീഡിയക്കാർക്ക് ഇത്ര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രേണു സുധി മറ്റൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ള സ്റ്റോറിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ രേണു സുധിനെ ചുറ്റിപ്പറ്റിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു സുധി യൂണിവേഴ്സിലെ മറ്റൊരു വീഡിയോയിലോട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആദ്യം തന്നെ രേണു സുധി മറ്റൊരു വരനെ തേടുന്നു എന്നുള്ള സ്റ്റോറി ഇട്ടതിന് ശേഷം ആറാട്ടണ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഞാനൊരിക്കലും രേണു സുധിയെ കല്യാണം കഴിക്കില്ല, കാരണം എനിക്ക് താല്പര്യമില്ല. അല്ല, ആറാട്ടണ്ണൻ്റെ താല്പര്യം ഇവിടെ ആരെങ്കിലും ചോദിച്ചാ വെറുതെ അങ്ങോട്ട് കയറി അങ്ങ് പറയാ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്, രേണു സുധി ശേഷിക്കല്ല എന്നായിരിക്കും നമ്മുടെ ആറാട്ടണ്ണൻ പറയുന്നത്. എന്നാണെങ്കിൽ ഇത് കണ്ടിട്ട് രേണുക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ കാണാം. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല, ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കണം. അത്രേ ഉള്ളൂ രേണുക്ക. പിന്നല്ല, ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിലെ ആ കെടാതെ കിടക്കുന്ന ഒരു കനലുണ്ട്, തീതുപ്പോ അത് അറിയോ ആറാട്ടണ്ണ. സൂക്ഷിച്ച് കണ്ടൊക്കെ കളിച്ച ബാക്കിയുള്ളവരുടെ പറയുന്നില്ല, രേണുക്കെ കേരളം നിന്ന് കത്തും പറഞ്ഞേക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് സായി ചേട്ടൻ ഇത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണു സുധിനെ പറ്റിയിട്ട്. അപ്പം അത് കണ്ടിട്ട് രേണുക്കെ ഒരു പോസ്റ്റ് മാത്രം കണ്ടിട്ട് രേണുക്കെ പറയുന്ന കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. സുധി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നതല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരമില്ല, അതില്ലേ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ്. ആഹാ, സുധി എന്നാ പോയോ? ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ, സുധി പോകുന്നില്ല, കൊല്ലസുധിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം സുധി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണു സുധി 100 വട്ടം രേണു സുധി. പിന്നല്ല, ആ ഒരു ഓറ കണ്ടില്ലേ നിങ്ങള്? 1000 പ്രഭാവലയമാണ് രേണു സുധിക്ക് ചുറ്റും. പിന്നെ രേണു സുധി 100 തവണ രേണു സുധി. ഒരു തവണ രേണു സുധിന് സൊന്ന, അത് 100 തവണ സൊന്ന മാതിരി. ആക്ച്വലി സായി ചേട്ടൻ പറഞ്ഞത് പോയിന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി രേണു സുധീന് ഈ സുധി പുള്ളിനെ വെച്ചുകൊണ്ട് കുറെ മാർക്കറ്റ് ചെയ്ത് ഇവർക്ക് ആദ്യകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന വർക്കും സുധി ബേസ്ഡ് ആയിരുന്നു. ബിഗ് ബോസിൽ കയറിയത് പോലും ഈ സുധി ബേസ്ഡ് ആയിരുന്നു. അതിനുശേഷം ആ ബിഗ് ബോസിലെ പല ഗെയിമുകളിൽ ഞാനൊരു വിധവയാണെന്ന് പറഞ്ഞ് വിധവാക്കാടിറക്കി എന്തോരം കളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പലപ്പോഴും പുള്ളിക്കാരിയുടെ ഈ ഫുഡൊക്കെ വാരി കൊടുക്കുക സംഭവമായിട്ട് ബന്ധപ്പെട്ട് സായി ചേട്ടൻ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ആയിരുന്നു. അപ്പം അതിനെക്കുറിച്ചാണ് രേണുക്കെ ഇവിടെ പറഞ്ഞേക്കുന്നത്. മരിച്ച വർഷം പോലും ഓർമ്മയില്ലാത്ത രീതിയിലോട്ടൊക്കെ മാറിയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രേണുക്കെ. ഇത് മനോരമ ഓൺലൈൻ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ മന്ദാരച്ചയില് ആൽബം ഉണ്ടായിരുന്നു. പിന്നെ ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയേക്കുന്ന കുറെ കടിച്ചുപറി സീനൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഈ ആൽബത്തിനെയൊക്കെ ചുക്കാൻ പിടിച്ചേക്കുന്ന അമരക്കാരിയായിട്ടുള്ള ആ ഒരു ലേഡിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം സുഹൃത്തുക്കളെ. നമസ്കാരം. ഇത് നമ്മുടെ വൈറൽ താരം രേണു സുധിയെ വെച്ചിട്ട് ഇപ്പൊ പുതിയ ആൽബം ഇറക്കിയിരിക്കുന്ന ആളാണ്. ഇപ്പൊ കുറെ കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. ആദ്യം ഒരു മന്ദാരച്ചേലി എന്ന് പറയുന്ന ഒരു ചെപ്പല്ലേ, മന്ദാരച്ചേലി, അങ്ങനെ ഒരു ആൽബം ഇറക്കി, അത് വൈറലായി. അത് കഴിഞ്ഞപ്പോ വീണ്ടും രേണു സുധിയെ വെച്ചിട്ട് ഒരു പുതിയ ആൽബം, കള്ളിപ്പെണ്ണും കള്ളുംകുപ്പിയും, അങ്ങനെ അതിന്റെ വിഷ്വൽസ് എന്നും പറഞ്ഞിട്ട് കുറെ വിഷ്വൽസ് യൂട്യൂബേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല. ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല എന്നുള്ളതന്നെയല്ലേ ഇവര് പറഞ്ഞത്? അപ്പൊ ആ കടിച്ചുപറി സീനൊക്കെ കണ്ടേക്കുന്ന എന്തായിരുന്നു? അപ്പോ ഒരു 3 പേരോടെ, ഐ മീൻ നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ അവർ വീടിനകത്തിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ രേണുവൊക്കെ പിടിച്ച് മാറ്റുന്നു. പിന്നെ ലിപ്ലോക്ക് അടിക്കുന്ന കുറെ സീന് ദാസേട്ടൻ കോഴിക്കൂടിയിട്ട്, അതൊക്കെ അപ്പൊ പിന്നെ എന്തുവായിരുന്നു? അതിൽ 1-2 മാത്രമേ ഉള്ള ആൽബത്തിനുള്ളിൽ ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്, അത് എല്ലാമല്ല. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പറയണം, ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കുവേ. ഇൻക്ലൂഡ് ആകുന്ന വിഷ്വൽസ്. അപ്പം അതിൽ പലർക്കും അതൊരു എന്താ പറയാ,
പല വ്ളോഗേഴ്സും അതൊരു തെറ്റായ ധാരണയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു ഏപ്പടം മോഡൽ അവർ ഇറക്കിയിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബി ഗ്രേഡ് പിന്നെ ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ആ പിന്നെ വിഷ്വൽസ് പുറത്തു വന്നതാണ്. ശരിക്കും അവരുടെ ആൽബത്തിലെ അല്ല അത്. അപ്പൊ ആൽബത്തിലെ സീൻസ് അല്ല, ആൽബത്തിലെ സീൻസ് ആണ്. അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ ആലോചിക്കുക, രേണുവൊക്കെ തന്നെയാണ് ഈ മീഡിയസിനൊക്കെ വിളിച്ചോണ്ടിരുന്നത്. ഈ കടിച്ചു പറയ ഈ സീനൊക്കെ കാണുമ്പോഴത്തേക്കിന് കാണുന്ന ആൾക്കാരപ്പോ പിന്നെ എന്താ വിചാരിക്കുക? അപ്പൊ ആൽബത്തിൽ അങ്ങനത്തെ സീനൊന്നും ഇല്ലേ? ഇപ്പോ അങ്ങനെയെങ്കിൽ ഇതെന്തിന്, എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അപ്പൊ പിന്നെ ഈ ഇദ്ദേഹം പറയുന്നത്, RJ ലച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് പുറത്തേക്ക് ആ ഒരു ആൽബം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ആയിരിക്കും, നമ്മളുടെ ജനങ്ങൾക്ക് ഒരു നല്ലൊരു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു വിഷ്വൽ ആയിരിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. അത് അവര് തന്നെ പറയട്ടെ. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ ആൽബത്തില് ഇവിടെ വിഷ്വൽ ഉണ്ട്, പുറത്ത് വിഷ്വൽ ഉണ്ടെന്ന് പറഞ്ഞ വിഷ്വൽ ഒന്നും പുറത്തില്ല. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്ന നമ്മുടെ ഇതിൽ തന്നെയാണ്, അവര് അണ്ടറിൽ തന്നെയാണ് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. റീൽ എടുത്താണ്, പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ അലിഞ്ചോസ് പെരേരയാണോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? സൗണ്ട് കേട്ടോ അതുപോലെ ഇരിക്കുന്നത്. പിന്നെ ഇത് റീൽ എടുത്തതാണെന്നാ? റീലെടുത്ത് എനിക്ക് മനസ്സിലാവില്ല. ഈ പറയുന്ന മീഡിയാസിനെ എല്ലാം അണ്ടകടാഹത്തിൽ നിന്നെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ലാസ്റ്റ് കടിച്ചു പറയും ഇതൊന്നും ഈ കാണിക്കുന്ന പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്നും ഇതിനകത്തുള്ളതല്ലേ? വർക്ക് ചെയ്യാൻ വിളിച്ചു വന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പായ്ക്കപ്പായ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. ഓ, മറ്റേ ഷാപ്പിനകത്ത് ഈ 3 പേരോടെ അങ്ങോട്ടും ഇങ്ങോട്ടും രേണു ഒക്കെ ഇങ്ങനെ ബോൾ പോലെ തട്ടി കളിക്കുന്ന സീൻ ഉണ്ടല്ലോ, അങ്ങോട്ട് എറിയുന്ന അടുത്ത ആൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എറിയുന്ന, എന്നിട്ട് ഇങ്ങനെ മാറിയിട്ട് കറക്കുന്നു, ഓടിച്ചു മടക്കി അയലോട്ട് വിരിച്ചിടുന്ന ആ സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവര് അല്ലാതെ റീൽ എടുത്തായിരുന്നു സുഹൃത്തുക്കളെ. അപ്പം ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനപ്പോ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നുള്ളൂ. നമ്മൾ അങ്ങനെ ചിന്തിച്ചൊന്നും കാണാറില്ല. നമ്മളല്ലേ ഇങ്ങനത്തെ ഇച്ചിച്ച് വീഡിയോസ് ഒന്നും നമ്മൾ കാണാറില്ല. എന്നെ ആരെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ. ഒരു 10-50 പേര് നിക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിക്കില്ലേ. അത് വീഡിയോ വിഷ്വലി റീല് പ്രൊമോഷൻ എടുത്ത സാധനം. അതൊരു പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. അത് വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്, അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ അവര് തമ്മില് ഇപ്പം ലൊക്കേഷനിൽ കുറച്ച് തിരക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഷൂട്ടൊക്കെ തുടങ്ങാം. അപ്പൊ ആ ഒരു ഫ്രീ ടൈമിൽ എടുത്ത റീലാണ്. ഫ്രീ ടൈം അല്ല, ആ ലൊക്കേഷൻ പായ്ക്കപ്പിന്റെ സമയത്ത് എടുത്ത റീലാണ്. അപ്പൊ RJ ലച്ചു ഇനിയും ഒരുപാട് ആൽബങ്ങളും അല്ലേ ചേച്ചി? എല്ലാവിധ ആശംസകളും നല്ല അതായത് മറ്റുള്ളവർക്ക് ഇനി ഒരു അഗ്ലി ആയിട്ട് ഫീൽ ചെയ്യത്തക്ക വിധത്തിൽ. അതായത് RJ ലച്ചു എന്ന് പറഞ്ഞ പല വ്ളോഗേഴ്സ്, ചിലരൊക്കെ അവരുടെ വ്ളോഗേഴ്സ് ഒക്കെ ഇതൊരു ഏപ്പടം മോഡൽ എന്നൊക്കെ പറഞ്ഞ തരം താഴ്ത്തിയിട്ടുണ്ട്. അതൊരു ബി ഗ്രേഡ് ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, ആ വിഷ്വൽ പുറത്തു വരുമ്പോ നമുക്കും പ്രതീക്ഷിക്കാൻ, RJ ലച്ചു പറയുന്ന വാക്കുകളെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ല വിഷ്വൽ ആയിരിക്കുമെന്ന്. അപ്പൊ അതിന് ഇനിയും ഒരുപാട് നല്ല നല്ല വിഷ്വൽസ് പുറത്ത്, പിന്നെ ആൽബം മാത്രമല്ല ഷോർട്ട് മൂവി ബിഗ് സ്ക്രീനിൽ പുറത്തേക്ക് വരട്ടെ, ബിഗ് സ്ക്രീനിലേക്ക് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇവിടെ RJ ലച്ചു പുള്ളിക്കാരിയാണെങ്കിൽ ആരാണെങ്കിലും രേണുക്കനെ വിളിക്കുന്ന ഈ പറഞ്ഞ റീച്ച് അങ്ങനെ കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ നെഗറ്റീവ് രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് ഈ മന്ദാരശൈല നമ്മൾ റോസ് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൺ സൈഡ് ഓക്കെ, ഫൺ സൈഡ് എന്താണ്, രേണുക്കെ ദാസേട്ടൻ കോഴിക്കോടും ഞാൻ പറഞ്ഞു പ്രായമായിട്ടുള്ളവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ മുതുക്ക് കൂത്താട്ടം പോലെയാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ബാക്കി ഇവരുടെ ഫ്രെയിംസ് ആണെങ്കിലും DOP ചെയ്തേക്കുന്ന ആള് സാധനങ്ങളൊക്കെ ഓക്കെയാണ്, കൊള്ളാം. അപ്പം നിങ്ങളതിനെ പ്രോപ്പറായിട്ട്, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യലി ടാലന്റ് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ആൾ വന്നാൽ മാത്രമേ നമ്മുടെ ടാലന്റ് ആളുകളോട്ട് എത്തുക എന്നൊരു സാധനമില്ല. നമുക്ക് നമ്മളുടെ ഒരു പരിപാടിയിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രേണുവൊക്കെ തന്നെ ആവണമെന്നോ അല്ലെങ്കിൽ
ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആരെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിട്ട് ചെയ്യും. ഇത് ഞാൻ പറഞ്ഞത് രേണുവൊക്കെ വർക്ക് ആരും കൊടുക്കല്ല അങ്ങനൊന്നും അല്ല കേട്ടോ, ആ ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. ഇവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. കാര്യം അത് ആൽബത്തിലുള്ളൊരു സാധനമല്ല, അടിമയെ പോലെ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പുള്ളിക്കാർ ഇവിടെ പറയുന്നല്ലോ. അതായത് അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഇങ്ങനത്തെ റീലും മറ്റേ കടിച്ചൊരു സാധനങ്ങളെല്ലാം ഇവർ എടുക്കുന്നത്. അപ്പം ഇവർക്ക് പല സാധനങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ അടിമയെ പോലെ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. അങ്ങനെ നിങ്ങളൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളെ നോക്കിയാൽ പോരെ എന്നുള്ളത് ചോദിക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് രേണുവൊക്കെ വർക്ക് കൊടുക്കാണ്ടിരിക്കുക അങ്ങനത്തെ ഒരു സെൻസിലേ അല്ല. ഇവരിത് പറഞ്ഞുകൊണ്ട് മാത്രം ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് ശേഷം രേണുവൊക്കെ നമ്മുടെ സജീന വ്ലോഗ്സ് പുള്ളിക്കാരി ഇനി രേണുവിൻ്റെ അടുത്ത് ഒരു അക്ഷരവും ഞാൻ മിണ്ടത്തില്ല, ഇനി ഞങ്ങൾ തമ്മിൽ കൂട്ടുകെട്ടിയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് രേണുവൊക്കെ ഒരു ഇച്ചിച്ചിയാണെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സജീന വ്ലോഗ്സ്. നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോ അതിൽ പറഞ്ഞിരുന്നേ, ഇനി എൻ്റെ കൂടെ ഇന്ന് വരെ കുറെ ആൾക്കാർ പിന്നീന്ന് കുത്തിന്നേരെ പറഞ്ഞേക്കുന്ന രേണുവൊക്കെ തന്നെ പിന്നീട് സജീന വ്ലോഗ്സ് ആയിട്ട് കൊളാബ് ചെയ്തൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. തൊട്ട് പറയാൻ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ രേണുസുതി അഭിനയിക്കത്തില്ല, കട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് രേണുസുതി പറയുന്ന പോലെ തന്നെ ഇരിക്കട്ടെ ചേച്ചി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ. കട്ട് പറഞ്ഞാലേ എനിക്ക് അഭിനയം വരത്തുള്ളൂ. അപ്പൊ കുറച്ച് അധികമായിട്ട് കുറച്ച് കൂടുതൽ ഈ സിനിമ അഭിനയിക്കുമ്പോഴല്ലാതെയും രേണുസുതി ഭയങ്കര ഇന്റിമൻസ് ആയിട്ടാണ് ആണുങ്ങളോട് എപ്പോൾ പോകുന്നതല്ല. അക്ഷയ് എൻ്റെ ഫ്രണ്ടാണ്, അവൻ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്, എനിക്കൊരു അനിയനാണ് അവൻ. ഞാൻ ചെവിയിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് അതോ ആ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇന്റിമസി, അതോ ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ നിങ്ങൾക്ക് അത്ര ഇന്റിമസി ആയി? ഞങ്ങൾക്ക് അങ്ങനെ വല്ല രഹസ്യം ഉണ്ടെങ്കിൽ റൂം എടുക്കാം, ഹോട്ടൽ റൂമുണ്ട്, അവിടെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം കാണിക്കാം. നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരും അറിയില്ലല്ലോ, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനിത് സിമ്പിൾ, നമ്മുടെ ഒരു അനിയനല്ലേ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ മനസ്സിൽ കളയില്ലാതെ നമ്മൾ അങ്ങനെ പറയും. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചെടുക്കാനുള്ളവർ എടുത്തോളൂ, ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ കണ്ണിൻ്റെ തോന്നല്, അതെനിക്ക് പറയണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അക്ഷയ് എന്ന് പറയുന്ന ആളുമായിട്ട് ഇനിയിപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് പ്രതീക്ഷ ഇവരൊക്കെ ആയിട്ട് ഞാൻ അവിഹിതം കേട്ടോണ്ടിരിക്കുക. കാരണം ഞാൻ അഭിനയിക്കുമ്പോൾ അവർക്കും കേൾക്കും എനിക്കും കേൾക്കും. അത് നിങ്ങളുടെയൊക്കെ ഓരോ കണ്ണിലെ തോന്നല്. അക്ഷയ് ഞാനും ഫ്ലാറ്റിൽ അവിടെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതല്ലാതെ അവരുടെ ഫ്രണ്ട്സും ഉണ്ടായി. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ റൂം എടുക്കാൻ പറ്റാത്തപ്പോൾ ഞങ്ങൾ അവിടെ ഫ്ലാറ്റിൽ താമസിച്ചത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അതിൽ ഒരിക്കലും നിന്നെ നീ നെഗറ്റീവ് ആണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇത് നീ ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്, മനസ്സിലായ? അങ്ങനൊന്നുമല്ല. നമ്മൾ ആ സംസാരിക്കുന്ന കൂട്ടി അക്ഷയെ കണ്ടതിന്റെ ആദ്യമായിട്ടാണ് ഞാൻ അവരുമായിട്ട് ഈ ആൽബം ചെയ്തത്. അപ്പൊ അവനെ കണ്ടതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ബ്ലോഗർമാർ അക്ഷയായിട്ടുള്ള ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ കൊച്ചിയിൽ വെച്ചൊരു അവാർഡിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ വെച്ച് ഞാനും അക്ഷയും കണ്ടിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോ കൊണ്ട് പ്ലേ ചെയ്യാം. ഞാനിവിടെ ഒരാളെ കാണിച്ചു തരാവേ. ഇങ്ങോട്ട് നോക്ക്. അല്ലെ ആ ഷൂട്ടും കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്? അടിപൊളി, 2 ദിവസമായിട്ട് എയറിലാണ് പോലുള്ളവന്മാർ ട്രോളി എയർ കയറ്റി. അല്ല ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നൊരു അല്ല ഇവന്റെ വീഡിയോക്കകത്ത് എനിക്ക് നെഗറ്റീവ് വന്നിട്ടില്ല, വേറെ കുറെ ആൾക്കാരുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വായിലും അങ്ങനെ പോയി. ഇതിനകത്ത് അവൻ തന്നെ പറയുന്നുണ്ട് വായിന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞു പോയി എന്നുള്ളൊരു സംഭവം. ആക്ച്വലി മീഡിയാസ് വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്ത ടൈമിലും പറഞ്ഞിരുന്നു. വീട്ടിൽ ഫ്ലാറ്റിൽ എന്തൊക്കെ തുണിയാണ് ഉള്ളത്, ഏതൊക്കെ തരത്തിലുള്ളതാണോ ഉള്ളത്, പിന്നെ നിങ്ങൾ ഒരുമിച്ചൊരു റൂമിലാണോ, മറ്റേത് ഇമാർക്ക് എന്തൊക്കെ അറിയേണ്ടത്. ആക്ച്വലി രേണുവൊക്കെ ഇതൊക്കെ ഓക്കെയാണ്, രേണുവൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു വൈറലാവട്ടെ എന്നൊരു മൈൻഡ് സെറ്റാണ് രേണുവൊക്കെ ഇരിക്കുന്നത്. പള്ളിയും കുറച്ച് സാധനം പറഞ്ഞൊരു ഡബിൾ മീനിങ് സെൻസ് ചില ആൾക്കാരിലോട്ട് അങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ അങ്ങോട്ട് വെക്കാം. എന്തായാലും കുറച്ച് ദിവസമായിട്ട് അറിയുന്നിപ്പുണ്ടല്ലോ, ഹൗ ഇസ് ദ എക്സ്പീരിയൻസ്? എന്താ പറയാ, അതിനെക്കുറിച്ച് എന്താ പറയാ, നിങ്ങൾ തന്നെ എടുത്തിട്ട് ട്രോളി റോസ്റ്റ് ചെയ്ത് നല്ല എയറിൽ നിർത്തിയേക്കുവാണ്. ഞാൻ പ്രതീക്ഷയിൽ ഇത്രയും പോകുന്നു. മീഡിയക്കാർക്ക് ഇത്ര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ബാക്കിയുള്ള ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നോ? കണ്ട് കുറച്ച് മിതമായിട്ട് കുറച്ച് ഇതായിട്ട് എനിക്ക് തോന്നിയത് ഇവൻ വലിയ സീനില്ലാണ്ട് ചെയ്തു. നേരത്തെ എനിക്ക് അറിയാം എന്നുള്ളത്, ബാക്കി എല്ലാരും അളിയാ വലിച്ചു കീറി കമന്റ് അയ്യ. അല്ലെ ഞാൻ റിയാക്ട് ചെയ്ത് വിഷമം ഉണ്ടായിരുന്നോ? വിഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീ അറിയണ ഒരാളാണല്ലോ എന്നുള്ളൊരു തോന്നി. വിഷമമൊന്നും എനിക്ക് തോന്നിയില്ല, കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടാണല്ലോ അത് റിയാക്ട് ചെയ്യും. നമ്മളപ്പോ ഇങ്ങനെ റിയാക്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ പബ്ലിക് പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ലല്ലോ. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു നമ്മൾ ഒരുമിച്ച് ടോപ്പായുള്ള നമ്മുടെ സുഹൃത്താണ് എന്താണെങ്കിലും കുറച്ച് വിസിബിലിറ്റി എന്താണെങ്കിലും തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ചായക്കടയിൽ പോയപ്പോഴത്തേക്കും ആ ഒരു അപ്പൂപ്പനായിരുന്നു, അപ്പൂപ്പൻ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്ന സമയത്ത് മോന്റെ റീൽ ഇപ്പൊ കണ്ടുള്ളൂ. അപ്പൊ എല്ലാവരിലേക്കും അത് എത്തി. നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണല്ലോ കൂടുതൽ സ്പ്രെഡ് ആവണത്. അപ്പൊ അതങ്ങനെ എത്തി. കുറെ നാളൊന്നും ഉണ്ടാവില്ല, കുറച്ച് നാളുള്ളൂ എന്നറിയാം, എന്നാലും ഉള്ള കാലം എൻജോയ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അല്ല കുറെ നാളായിട്ട് ഇവൻ ആക്ടിങ്ങിന്റെ പുറകിൽ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. എന്നാണെങ്കിൽ ആ ഒരു വിസിബിലിറ്റി നല്ല കളിയാ. ഈ വരുന്ന നെഗ് സാധനങ്ങളൊക്കെ അതെ
പോസിറ്റീവ് ആക്കി മാറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യും കേട്ടോ, അതിന് വിഷമമൊന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ, നമ്മളാ ഒരു ഹെൽത്തി വൈബിൽ എടുക്കണം, അത്രേ ഉള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സജീന വ്ലോഗ്സ് പറയുന്നൊരു സാധനങ്ങളുണ്ട്. അഥവാ രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവ് എനിക്കും കണ്ട് ബാക്കിയുള്ളവർക്ക് തോന്നുന്നു അതേപോലെ എനിക്കും ഫീൽ ചെയ്താലും ഇത് നെഗറ്റീവ് ആണ് എന്ന് പോലും സജീന മീഡിയയിൽ പറയാൻ വരില്ല. കാരണം രേണു സുധി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എന്റെ പിന്നെ മൊബൈലിലായാലും എന്റെ ലൈഫിലായാലും അവിടെ ക്ലോസ് ആണ് എന്നും വെച്ച് ഞാനും അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ചേച്ചി വിളിക്കാറൊന്നുമില്ല, ആരെയും വിളിക്കാറില്ല. വർക്കുകൾ വന്ന ഇപ്പൊ എനിക്ക് ചുമ്മാ ഇരടി ഇവരിപ്പോ പറഞ്ഞു നമ്മളെയും കൂടെ കരയിപ്പിക്കുമല്ലോ. ഇനി ഇത് കഴിഞ്ഞ് കിച്ചുവിന്റെ ഒരു സീനെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ചകൾ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കിച്ചു കാർ ഓടിക്കുമ്പോൾ ഋതപ്പനെ വെച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാത്ത ഒരു സീൻ ഞാൻ ആ വീഡിയോ ഇങ്ങോട്ട് വെക്കാം. നമ്മൾ ഋതപ്പനെ സ്കൂളിൽ കൊണ്ടാക്കണം. നമ്മള് ഇന്നലെ കോട്ടയത്ത് വന്ന് പിന്നെ ഒന്ന് കണ്ട വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല, പിന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോ അവനൊന്ന് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടില്ല. അവരിപ്പം അവിടെ 2ലാണ് ഞങ്ങൾ പഠിക്കുന്നത് അല്ലേ? ഫ്രണ്ട് ലുധിയാച്ചൻ ലബനോൻ ലുധിയ എത്രയല്ലടി? 4. ഋതപ്പനെ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടിപ്പിക്കാതെ കാറിൽ കൊണ്ടുപോയിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കമന്റ് ബോക്സിലൊക്കെ പറയുന്നത്. പിന്നെ രേണുക്കയോടുള്ള ഒരു നെഗ് സാധനം എന്താണെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിലും കുറച്ച് ആൾക്കാർ പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ കിച്ചു ചില സമയങ്ങളിൽ ഈ പറയുന്ന ലൈവിനകത്തും ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാറുള്ളതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നാണെങ്കിലും ഈ യൂണിവേഴ്സ് ഇങ്ങനെ കയറി ഇറങ്ങി ഭയങ്കര രസമാണ്, ഫണ്ണിയാണ്, ഭയങ്കര രസമാണ്. എന്നാണെങ്കിൽ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ വരാൻ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.